ഹേ ഗായ്സ്, അപ്പൊ ഇന്ന് നമ്മളൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വീഡിയോ എന്താ, നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഭക്ഷണം. എന്ത് തരം ഭക്ഷണം? ബിരിയാണി, കാർ ഡൈൻ. ഓക്കെ, ഒരു ഡിഫറെന്റ് ആയിട്ട് നമ്മുടെ ചാനലിൽ ഇതുവരെ കാർ ഡൈനിങ്, ഇപ്പൊ ഒരുപാട് ചാനലിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കാർ ഡൈനിങ് ഒക്കെ, പക്ഷെ നമ്മൾ ഇത് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല, നമ്മള് റെസ്റ്റോറന്റിന്റെ ഉള്ളിൽ നിന്ന് കഴിക്കുന്നു, ഇപ്പൊ ഇത് കാറിന്റെ ഉള്ളിൽ നിന്ന് കഴിക്കുന്നു. എല്ലാരും കാറിന്റെ ഉള്ളിൽ നിന്നാണ് കഴിക്കുന്നത്, ആരെയും കാണിക്കാൻ പാടില്ല. പാർക്കിംഗ് സ്പേസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം മറ്റൊരു കസ്റ്റമറിനെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ തന്നെ അത്രയും ഗ്യാപ്പ് ഇട്ടിട്ടും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ബ്ലൂ കളർ വരുന്നത് മഴ കൊള്ളാതിരിക്കാൻ വേണ്ടി മേലെ ടാർപോളിൻ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയാണ് ഈ വിഷ്വലിൽ വരുന്ന ഒരു ബ്ലൂയിഷ് ടിൻറ്റ്. അപ്പോൾ ഓർഡർ എടുക്കുന്നൊക്കെ ചേട്ടന്മാരൊക്കെ റെസ്റ്റോറൻറ്റിലുള്ള പോലെ തന്നെ നമ്മുടെ അടുത്ത് വന്ന് കാറിൻ്റെ അടുത്ത് വന്ന് ഓർഡറൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം എന്നിട്ടിപ്പോൾ നമ്മളുടെ സ്റ്റാൻഡ് വരുന്നുണ്ട്. ഗ്ലാസ് തുറന്നു. ഇതിന് ചെറിയൊരു ചെരുവുണ്ട്. വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്. ഹൈജീനൊക്കെ അടിപൊളിയായിട്ട് ഉണ്ട്, നല്ല നീറ്റായിട്ട് തന്നെ. ഹൈജീൻ്റെ കാര്യത്തിലൊന്നും വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല. ഞാനൊക്കെ സെർവ് ചെയ്യുന്നത്. പിന്നെ ഫുഡാണെങ്കിലും കൊണ്ടുവരുന്നതൊക്കെ നല്ല ക്ലോസ് ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത്. ഇതുവരെ ഓക്കെയാണ്, പക്ഷെ നമ്മളുടെ കാറിനൊരു ചെറിയ ചെരുവുണ്ട്. നമ്മളുടെ ആ ഒരു വിൻഡോ ഇങ്ങനെ ഒരു സ്ലാൻഡിങ് പോലെ ആയതുകൊണ്ട് തന്നെ ഈ സംഭവം കുറച്ച് സ്ലാൻഡ് ചെയ്ത് നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ട്. കുഴപ്പമില്ല. എന്നിട്ട് നല്ല ശരിക്കും ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. പക്ഷെ എന്താ പറയാ, നല്ലൊരു മംഗലപ്പുരേൻ്റെ ഒരു മണമാണ്. ശരിക്കും ഒരു കല്യാണത്തിനൊക്കെ പോയിക്കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും, നമുക്കൊരു ചൂടും പക്ഷെ നല്ല ഫുഡിൻ്റെ മണവും തോന്നുന്നുണ്ട്. കാരണം നമ്മൾ ഔട്ട്ഡോറിലിരുന്നിട്ട് കഴിക്കുമ്പം നല്ല ബിരിയാണിയുടെ മണമൊക്കെ കിട്ടും സാധാരണ കല്യാണത്തിനൊക്കെ പോയാലല്ലേ. അപ്പം ആ ഒരു ഫീൽ ഇവിടെ ഉണ്ട്. സംഭവം ഏതായാലും അടിപൊളിയായിട്ടുണ്ട്. നമുക്കിനി ഫുഡ് വന്നിട്ട് കാണാം. രണ്ടരയായിട്ടുണ്ട്, സമയം വന്നിട്ടുണ്ട്. നല്ല തിരക്കുണ്ട് കണ്ടോ, സമയം കണ്ടോ, 2:30. ഈ കൊറോണ കാലത്ത് കഴിക്കാൻ പറ്റിയത് ഒരു രീതിയിൽ നമുക്കിതിനെ ഒന്ന് കൺസിഡർ ചെയ്യാൻ പറ്റും. അല്ലാതെ ചൂടൊക്കെ അതേപോലെ കുറച്ച് എക്സ്ട്രീം ചൂട് പോലെയൊക്കെ എനിക്കിത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കാറാണ്, AC ഓണാണ്, പക്ഷെ എന്താണെങ്കിലും വിൻഡോസൊക്കെ ഓപ്പൺ അല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ചൂട് ഉണ്ടായിരുന്നു. പക്ഷെ ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ നല്ല ഫുഡ് തന്നെയായിരുന്നു. എപ്പോഴും ഉള്ള അതേ ക്വാളിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. 2 സാധനം വെച്ചിട്ട് ചേട്ടൻ പോയി. അച്ചാർ കണ്ടിട്ട് അത്ര പോരാ. ഫുഡ് സെർവ് ചെയ്യുന്നത് ഇൻഡോർ ആയാലും ഔട്ട്ഡോർ ആയാലും ഫുഡിൻ്റെ ക്വാളിറ്റിയിൽ ഒരു രീതിയിലും അവർ കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ആൻഡ് റൈസിൻ്റെ വേവാണെങ്കിലും എല്ലാം പെർഫെക്റ്റ്ലി കുക്ക്ഡാണ്. ആൻഡ് ചിക്കൻ ആണെങ്കിലും എല്ലാം അടിപൊളിയാണ്. ഞാൻ ഹാഫ് ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടില്ല. ഞാൻ പൊതുവേ ഹാഫാണ് കഴിക്കാറുള്ളത്. എനിക്ക് ഫുൾ ബിരിയാണി കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റാറില്ല, എപ്പോഴും വേസ്റ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് ഹാഫാണ് എപ്പോഴും ഓർഡർ ചെയ്യാറുള്ളത്. അപ്പം വേണമെങ്കിൽ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരു ഹാഫും കൂടെ കഴിക്കാം കേട്ടോ. ആ ഒരു രീതിയിലാണ് എൻ്റെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പം ഈ അടിപൊളി ബിരിയാണി പെട്ടെന്ന് കഴിച്ചു തീർക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറന്നു വരും. സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിൽ ഈ വീഡിയോ കാണുന്നതിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.